ഇസ്രയേലും അതുപോലെ തന്നെ പലസ്തീനിലെ ഹമാസ് ഭീകരരും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ തുടരുന്നു. ഇതിനിടയിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നു. അതായത് ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യൻ ആർമിയാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം 1948 രൂപം കൊണ്ട ഇസ്രയേലിന് എങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്? അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇസ്രയേൽ, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം തന്നെ. അന്ന് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് വിമുക്തരാകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സഹായിച്ചു. അങ്ങനെ ബ്രിട്ടൻ ഇസ്രയേലിന് സ്വാതന്ത്ര്യം നൽകിയെന്നാണ് അവിടുത്തെ ചരിത്ര രേഖകളിലൊക്കെ ഉള്ളത്, അവിടുത്തെ പാഠപുസ്തകങ്ങളിലുമുള്ളത്. എന്നാൽ അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യമാണ് യോന യാഗവ് എന്ന് പറഞ്ഞ ഹൈഫ മേയർ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം അന്ന് ഇന്ത്യയിൽ നിന്നുള്ള കുതിരപ്പട്ടാളം എത്തി ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. ജോധ്പൂർ, മൈസൂർ, ഹൈദരാബാദ് എന്നീ റെജിമെൻറ്റുകളിൽ നിന്നുള്ള കുതിരപ്പട്ടാളമാണ് എത്തിയത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് കുന്തങ്ങളും വാളുകളും ഒക്കെ ധരിച്ച് കുതിരപ്പുറത്തേറി സൈനികരെത്തുന്നു. അങ്ങനെ വന്ന സൈന്യം മൗണ്ട് കാർമലിൻ്റെ പാറക്കെട്ടുകളിൽ നിന്ന് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തെ തുരത്തുകയാണ്. അങ്ങനെയാണ് ഇന്ത്യ ഇവർക്ക് വേണ്ടി വിജയം നേടിയെടുത്തത്. അപ്പം ആ കാലത്ത് യുദ്ധത്തിലെ ഏറ്റവും വലിയ യന്ത്രവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ കാലം മാറുന്നതനുസരിച്ച് അവസാനത്തെ കാലാൾപ്പട അല്ലെങ്കിൽ കുതിരപ്പട യുദ്ധമാണ് ഇതെന്ന് പറയാം. അപ്പോൾ ചരിത്രത്തിൽ നടന്ന അവസാനത്തെ ക്ലാസിക് കുതിരപ്പടയാളി ആക്രമണത്തിലൂടെയാണ് ഇന്ത്യ ഇസ്രയേലിന് മോചനം നേടിക്കൊടുത്തത്. ഇത്രയും നാൾ ഞങ്ങൾ പഠിച്ചത് തെറ്റാണ്. അതുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് അതെല്ലാം മാറ്റാൻ പോകുന്നു. ഇനി സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് ഇന്ത്യൻ സൈനികർ നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ അനുസ്മരണം ഇസ്രയേലിൽ നടത്താറുണ്ട്. അത് ഇന്ത്യൻ മിഷനും അതുപോലെ തന്നെ ഹൈഫ മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്ന് നടത്തുന്നതാണ്. അന്നേരമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഇനി ഇന്ത്യയിലെ ഇസ്രയേലിൻ്റെ അംബാസഡർ ഉണ്ട്. അദ്ദേഹം പറയുകയാണ് ലോകത്തിൻ്റെ പുതിയ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. റുവൈൻ അസർ എന്ന് പറയുന്ന ഈ അംബാസഡർ പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റം ലോകത്തിന് വലിയ അതിശയകരമാണ്. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഈ പ്രസ്താവനകൾ തെളിയിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് അമേരിക്കയാണ്, ബ്രിട്ടനാണ് കൂടെ നിന്നതെന്നൊക്കെ ഇസ്രയേലിന് തോന്നിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയാണെന്ന് റുവൈൻ അസർ എന്ന് പറയുന്ന അവിടുത്തെ അംബാസഡർ പറയുന്നു. യോന യാഗവ് എന്ന് പറയുന്ന ഹൈഫ മേഖലയിലെ മേയർ പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് യൂറോപ്പുമായിട്ടൊക്കെ ഇസ്രയേൽ അകലുമ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഖത്തറുമായിട്ട് ഇപ്പം ഇസ്രയേലിനെതിരെ അമേരിക്ക കൂടുതൽ ബന്ധം ദൃഢമാക്കുന്നുണ്ട്. കാരണം ഖത്തറിനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് അമേരിക്ക തിരിച്ചടിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്ക ആഗ്രഹിക്കുന്നു. ട്രില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ രാജ്യങ്ങൾ തയ്യാറാണ്. സൗദി, UAE, ഖത്തറൊക്കെ തന്നെ. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ടെക്നോളജി തുടങ്ങിയവയുടെ കാര്യത്തിൽ ലോകത്ത് ഒന്നാമത് നിൽക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ഗവേഷണത്തിന്, തുടർ പ്രവർത്തനത്തൊക്കെ വൻതോതിൽ പണം വേണം. അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ സമയത്താണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ട്രില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് അമേരിക്ക നിന്നാൽ മതി. അങ്ങനെ നിൽക്കുമ്പോൾ ഇസ്രയേലിനെതിരായിട്ടുള്ള നിലപാടായിട്ട് അത് മാറും. കാരണം മുമ്പ് ഇസ്രയേലും ഇറാനും മാത്രമാണ് ഖത്തറിനെ ആക്രമിച്ചത്. ഇസ്രയേലുമായിട്ട് ഇറാൻ ഒരു 12 ദിവസത്തെ യുദ്ധം നടന്നപ്പോൾ അമേരിക്കയ്ക്കുള്ള തിരിച്ചടി എന്ന നിലയിൽ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളം ഇറാൻ ആക്രമിച്ചു. അന്നൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ദോഹയ്ക്ക് നേരെ ഹമാസ് ഭീകരവാദി നേതാക്കളെ കൊല്ലാൻ ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ ഖത്തറുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയ ഉടമ്പടി എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണോ ഇറാനെതിരാണോ എന്നുള്ളത് ഇനി കാലമാണ് തെളിയിക്കേണ്ടത്. ഈ സംഘർഷമൊക്കെ നിൽക്കുമ്പോൾ തന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഇന്ത്യൻ കപ്പൽ കടന്നു ചെല്ലുന്നു, INS ത്രികണ്ട്. ഈ യുദ്ധക്കപ്പലിനെ ആക്രമിക്കാനായിട്ട് തുർക്കിയുടെ യുദ്ധക്കപ്പലുകൾ വളഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര നിയമവും ലംഘിച്ചില്ല, ഞങ്ങൾക്കെതിരെ പോരിന് വന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ തൊയ്ബ് എർദോഗൻ്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം കൂടുന്നു. നേവി പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് അവരുടെ കപ്പലും ബോട്ടും എല്ലാം കൊണ്ടുവന്ന് INS ത്രികണ്ടിനെ വളയുന്നു. പിന്നെ കേൾക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുമായിട്ട് 3 യുദ്ധക്കപ്പലുകൾ കൂടി ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് എത്തുന്നു. INS ത്രികണ്ടിന് പ്രൊട്ടക്ഷൻ നൽകാൻ പോകുന്നു. തുർക്കി ഭയന്നു. പെട്ടെന്ന് തന്നെ എർദോഗൻ ഫ്രാൻസുമായിട്ട്, നാറ്റോയിലെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ 18 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ കപ്പലുകൾ തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അനങ്ങിയിട്ടേ ഇല്ല.
ഫ്രാൻസ് വന്നിട്ട് പറയുന്നു നിങ്ങൾ പറയുന്നത് തെറ്റാണ്, കാരണം ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കപ്പൽ യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ഫ്രാൻസുമായിട്ടും സൈപ്രസുമായിട്ടും ചേർന്ന് ഒരു നാവിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ യുദ്ധക്കപ്പൽ വന്നത്. അങ്ങനെ സൈപ്രസിനെ സഹായിക്കുന്ന ഇന്ത്യ തുർക്കിക്കൊരു ചെക്ക് വെച്ചിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ തുർക്കി അനാവശ്യമായി പാകിസ്ഥാന് സാമ്പത്തിക സൈനിക സഹായമൊക്കെ നൽകി. അന്നേ മോദി ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അവസരം കിട്ടിയപ്പോൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ, അതായത് തുർക്കിക്ക് ആധിപത്യമുള്ള മേഖലയിലേക്ക് നമ്മുടെ യുദ്ധക്കപ്പലെത്തുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഗ്രീസിനെ സൈപ്രസിനെയൊക്കെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തുർക്കിയുടെ ശത്രുപക്ഷത്താണ് സൈപ്രസ്. ഏതാണ്ട് സൈപ്രസിൻ്റെ 40% തുർക്കിയിലെ സൈനികർ കീഴടക്കിയിട്ടുണ്ട്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ സൈപ്രസിന് ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യൻ ആയുധം ലഭിക്കുമെന്ന് മാത്രമല്ല ഇന്ത്യൻ ആർമിയുടെ ഹെൽപ്പും ഉണ്ടാകും. അങ്ങനെ തുർക്കിയെ ഒറ്റപ്പെടുത്തും. അപ്പോൾ യൂറോപ്പിലെ കവാടമെന്ന ബഹുമതി ഉണ്ടായിരുന്ന തുർക്കിക്ക് പണി കൊടുക്കാനായിട്ട് ഇന്ത്യ ഗ്രീസുമായിട്ട് നല്ല ബന്ധം പുലർത്തി. അപ്പോൾ ഇസ്താംബുളിലേക്ക് പോയിരുന്ന വിമാനങ്ങളൊക്കെ ഇപ്പോൾ ഏതൻസ് വഴിയാണ്, അതായത് ഗ്രീക്ക് വഴിയാണ് പോകുന്നത്. അങ്ങനെയും ഒരു പണി കൊടുക്കുന്നു. അപ്പോൾ ഇസ്രയേൽ നോക്കുമ്പോൾ ഇന്ത്യ മെഡിറ്ററേനിയൻ മേഖലയിൽ ചൈന സമുദ്രത്തിലൊക്കെ തന്നെ ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പോൾ അമേരിക്കയേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ണറായിട്ട് ഇന്ത്യ ഇസ്രയേൽ കാണുന്നു. ഇസ്രയേൽ അതുകൊണ്ടാണ് ഈ ഹൈഫ തുറമുഖം നമുക്ക് തന്നത്. ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ഈ ഹൈഫയിലെ മേയറായിട്ടുള്ള യോന യാഗവ് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ചരിത്രങ്ങൾ, അതായത് ബ്രിട്ടൻ ഇത്രയും കാലം ഒളിച്ചു വെച്ച മറച്ചു വെച്ച ചരിത്രത്തിലെ തെറ്റായ നിർമ്മിതികളൊക്കെ തന്നെ ഞങ്ങൾ ചിരണ്ടി മാന്തി പുറത്തേക്ക് ഇടുകയാണ്, ഇതെല്ലാം തന്നെ നശിപ്പിക്കുകയാണെന്ന് പറയുന്നത്. ഇവിടെ ഹൈഫ തുറമുഖം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യ യൂറോപ്പിലേക്ക് മിഡിൽ ഈസ്റ്റ് വഴി ഒരു എക്കണോമിക് കോറിഡോർ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഹൈഫ തുറമുഖത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈഫ തുറമുഖത്തെ സംരക്ഷിക്കുന്നത്. എന്തായാലും സത്യം മറച്ചു വെച്ച് ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ച ബ്രിട്ടനുള്ള അടി ഇസ്രയേൽ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. വളർന്നു വരുന്ന തലമുറ ഇന്ത്യയുടെ സാന്നിധ്യം പഠിക്കണം, ഇന്ത്യയുടെ പോരാട്ട വീര്യം പഠിക്കണം. അപ്പോൾ ഒരു കാലത്ത് ഈ കുതിരപ്പടയാളികളിലെത്തി കുതിരപ്പടയാളികളുമായിട്ട് വന്ന് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സൈന്യത്തെ കീഴ്പ്പെടുത്തിയവരാണ് ഇന്ത്യ. മാത്രമല്ല ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിൻ്റെ പുനർനിർമ്മാണത്തിൽ ഗാസയുടെ റീബിൽഡിങ്ങിലൊക്കെ തന്നെ ഇന്ത്യൻ സഹായം വേണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രത്യേക പ്രതിനിധി സംഘം 3 ആഴ്ച മുമ്പ് ഇന്ത്യയിലെത്തി. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഉള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇന്ത്യയിലെ കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ പശ്ചിമേഷ്യയിലെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സുസ്ഥിരവും സമാധാനപരവുമായ ഒരു വികസനം വരാനൊക്കെ മോദി സഹായിക്കുമെന്ന് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട ഗാസയിലെ അക്രമങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം സ്ഥാപിക്കാൻ ദ്വിരാഷ്ട്രവാദം വേണമെങ്കിൽ അംഗീകരിക്കാം. ട്രംപ് മുന്നോട്ട് വെച്ച 20 ഉടമ്പടി അതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പിന്തുണയ്ക്കുന്നു എന്നും പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇസ്രയേലിന് അനുകൂലമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിലും ദ്വിരാഷ്ട്രവാദത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിനെ തള്ളത്തുമില്ല. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വാദം. മാത്രമല്ല ഇസ്രയേൽ ഇപ്പോൾ പറയുകയാണ് ലോകത്തിലെ ഒരു പുതിയ പവറായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണ്. ഒപ്പം ഈ പറയുന്ന ആയുധ നിർമ്മാണ മേഖലയിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ്. അതുകൊണ്ട് ലോകക്രമത്തിൽ ഇന്ത്യൻ പ്രാധാന്യം പാടിപ്പുകഴ്ത്തുകയാണ് ഇസ്രയേൽ. ലോകത്തൊരിക്കലും ഒരു മേജർ പവറായി മാറാൻ ഇസ്രയേലിന് കഴിയില്ല. കാരണം അതൊരു ചെറിയ രാജ്യമാണ്, അവർക്ക് പോപ്പുലേഷൻ കുറവാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല, വലിയ പോപ്പുലേഷനുള്ള, ഒരുപാട് സ്ഥലമുള്ള, ഒരുപാട് ടെക്നോളജി വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് എല്ലാ സഹായവും ഇസ്രയേൽ ഇന്ത്യക്ക് നൽകും. ആ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഇസ്രയേൽ അംബാസഡർ റുവൈൻ അസർ, അതുപോലെ ഹൈഫയിലെ മേയർ യോന യാഗവ് ഇവരൊക്കെ രംഗത്ത് വരുന്നു. കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു പാർട്ണർ ഇസ്രയേൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയും ഇസ്രയേലും ബന്ധം കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോകണം. ഗ്രീസും സൈപ്രസും ഇസ്രയേലും ഇന്ത്യയും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ദുർബലമായ പ്രതിരോധം തീർക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രയേലിനെ മോചിപ്പിച്ചത് ഇന്ത്യയാണെന്നുള്ള രഹസ്യം അവർ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് പല രാജ്യങ്ങളും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലോടുകൂടി ഇന്ത്യ ഇസ്രയേൽ ബന്ധം കൂടുതൽ ദൃഢമാകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.